വെള്ളം വീഴല്ലേ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ തെമ്പോക്കി ഉണ്ടാക്കാൻ പോവുകയാണ്. തെബോക്കിയോ? തെമ്പോക്കി അല്ല, ഓക്കെ തെബോക്കി. സോ ഇതാരും അനുകരിക്കരുത്. നമ്മളതാ ഇനി കുക്കിലേക്ക് കൈമാറുകയാണ്. എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടുന്നത്? അരിപ്പൊടി എത്ര വേണം? ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിന് അരിപ്പൊടി എടുക്കുക. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ വെള്ളം ചൂടാക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്ന പോലെ വേണം വെള്ളം ചൂടാക്കാൻ. ഓക്കെ, വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയാൽ മാത്രം മതി. വേറെ എന്തെങ്കിലും വേണോ? അപ്പൊ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായി കഴിഞ്ഞു. ചെറിയ ചൂടാക്കിയാൽ മതി, തിളക്കിയൊന്നും വേണ്ട. ഇനി എന്താ? എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ ചൂടുവെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. കൈ ഒന്നും പൊള്ളിക്കരുത്. എനിക്കറിയത്തില്ലല്ലോ. വേറെ വിവരദോഷികൾക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാമെങ്കിലോ. അപ്പൊ നമ്മളിങ്ങനെ കുഴച്ചോണ്ടിരിക്കണം. കുഴക്കലും നിർത്തരുത്. കുഴക്കലാണ് അതിന്റെ എല്ലാം ഇരിക്കുന്നത്. വിജയിച്ചാ തെബോക്കി, ഇല്ലെങ്കിൽ എംബോക്കി. ഇത് വിജയിച്ചില്ലെങ്കിൽ ഞാനിന്ന് പട്ടിണിയാണ് ഗായ്സ്. അപ്പൊ പിടിച്ച് കൈ പൊള്ളിയിരിക്കുകയാണ്. ഇളക്കൽ നിർത്തരുത്. ഇളക്കലിലാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ വേണം കുഴക്കാൻ, അല്ലാതെ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ അല്ല കുഴക്കേണ്ടത്. നമുക്ക് അപ്പൊ ഇതൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സംഭവം തണുത്തിരിക്കുകയാണ്. ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. ഇങ്ങനെ കുഴക്കുക. കട്ടിംഗ് ബോർഡ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ബോർഡാണ്. ഇത് ആരും യൂസ് ചെയ്യാതിരിക്കുക. ഇത് ഉടനെ തന്നെ നമ്മൾ മാറ്റുന്നതായിരിക്കും. ഞാൻ ബോളാക്കട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് നല്ലൊരു പീസ് ഉണ്ടാക്കി എടുത്ത് അവള് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞ് പറ്റിച്ചു. നമുക്കിനി വീണ്ടും ട്രൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കുക. ഇവിടെ ഈ ബോഡി വെക്കുക, ഉരുട്ടുക. ഉരുട്ടി ഒരുപാട് അങ്ങ് ചെറുതാവരുത്. ഒരു മീഡിയം സൈസ് കാണിച്ചു തരാം. ഒരുപാട് ചെറുതായി പോലും പ്രശ്നമെന്നാണ് നമ്മുടെ ഷെഫ് പറയുന്നത്. അതൊക്കെ ഇയാളുടെ ജോലിയാണ്. ഇതെല്ലാം ചെറുതാക്കി വെച്ചേക്കുക. ഇതിനെന്താ കുഴപ്പം? കറക്റ്റ് ആണല്ല. ചുമ്മാ ഓരോ കുറ്റം കണ്ടുപിടിക്കലാണ് മെയിൻ ജോലി. ഞാൻ തിന്നൂല. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. ഇത് കൊറിയയാണോ ജപ്പാനാണോ? കൊറിയൻ ഡിഷാണെന്ന് വിചാരിക്കുന്നു. ഇത്തിരി ചെയ്തപ്പോഴത്തേക്ക് എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇതാണ് ഞാൻ കൈ തൊടാത്തത്. ഞാൻ ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് മാറ്റാം. ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടോ? സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കും. മാറ്റട്ടെ, എന്നിട്ട് അടുത്ത മെമ്പേഴ്സിനൊക്കെ ഇട്ടാണ്. ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് ആരുടെ വായിച്ചല്ലോ. അത് ആരുണ്ടാക്കിയാലും അരിമണി മിക്സഡ് പേരാ. ഇതെന്തോ യൂനി? ഓ സോറി, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ്. എല്ലാം ഇത് കണ്ടോളൂ. കൊള്ളാം. ഇവിടെ കൊറിയൻ ജപ്പാനെയും മരിച്ച് സ്നേഹിക്കുന്ന 2K കിഡ്സ് ഉള്ള സമയത്ത് ഗൈസ് എന്നെ ഇവിടെ കഷ്ടപ്പെടുത്തുകയാണ് ഗൈസ്. തെബോക്കി ഉണ്ടാക്കി തരാൻ നൈസ് സാധനമാണെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ട് വന്നു ഗൈസ്. എന്നെ
അമ്മ മിക്കവാറും ഒന്നുകൂടി നിറക്കി വിടും ഗൈസ്. അരിപ്പൊടി അങ്ങോട്ട് പൊടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇതൊക്കെ എംബോക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കുറേ എടുത്ത് തട്ടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് എടുക്കാവും അമ്മ ആദ്യമേ പറഞ്ഞതാണ്. അതെങ്ങനെ? പെർഫെക്റ്റ്. കട്ടിയാക്കിയാ പറയാ അത്രയും കട്ടിയാക്കരുത്, നൈസാക്കിയാ പറയാ അത്രയും. ആ ഇപ്പൊ പറയുന്നത് ഇത്രയും മതി, നേരത്തെ പറഞ്ഞ് ഇതിലും ചെറുതാക്കണം. ഗൈസ് ഈ വീഡിയോ തീരുമ്പോൾ മിക്കവാറും ഒരാളെ കാണുള്ളൂ ഗൈസ്. ആത്മവിശ്വാസം ആപത്താണ് ഗൈസ്. കൈ ഞാൻ വെട്ടൂപ്പം ഇപ്പൊ നമ്മളതാ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു സാധനം കൂടെ ഉള്ളു, അത് കഴിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞു. പിന്നെ ബാക്കി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ഫൈനൽ ഔട്ട്കം. ഇങ്ങനെ ഇരിക്കണം നിങ്ങളുടെ തെബോക്കിയുടെ ഇനിഷ്യൽ സ്റ്റേജ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തോട്ട് ചീ വലുതെടുത്തൂടെ? അതാകുമ്പോ കുറെ ഇട്ടൂടെ? മതിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രൂപത്തിന് അങ്ങ് ഒഴിച്ചോളൂ നിങ്ങൾ എടുക്കുന്ന സൈസിനനുസരിച്ച്. നല്ലോണം തിളപ്പിക്കും. തിളപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ ഒഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. കുറച്ച് മതി. എണ്ണയോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നല്ല തിളപ്പിച്ചെടുക്കാം. നമ്മൾ വെള്ളം കുളുകുള തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തെബുക്കി സാധനം പറ്റിയിടാം. ക്യാമറമാനും കൂടെ ചേർത്ത് ഓരോന്നോരോന്നായിട്ട് പറ്റിയിടാം. ഇതിന്റെ നൂഡിൽസ് വേവിക്കുന്നതൊക്കെ വേവണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ പറക്കി ഇടുക. ചെത്തി പിടിക്കാതിരിക്കാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് മടുക്കും മിക്കവാറും എല്ലാം കൂടെ വാരിപ്പറക്കി എടുത്തിടുന്നതായിരിക്കും. കണ്ട 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 ആദ്യം പറയാം എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് എടുത്തിടാൻ. പൊട്ടിത്തെറിക്കൂ ഇത്. ഞാൻ ഒന്നും ചെയ്തില്ല നീ പറയില്ല. വെള്ളം കൈ തെറിക്കും ഗൈസ്. ഉണ്ടാവുകയും നമ്മളത് അടച്ചു വെക്കുക. അതെ, എല്ലാം ഒരു ഊഹമാണല്ലോ. ഊഹം വെച്ചാണല്ലോ ഇന്നോടെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ലാസ്റ്റ് ഒരു പാക്കറ്റ് ഒന്നാണ്. ഇതിവിടെ വെച്ചിരുന്ന അടിയാവും. അതുകൊണ്ട് അടി മറ്റാരും തമ്മിലല്ല, ഞങ്ങൾ രണ്ടും തമ്മിലാണ്. എനിക്കൊരു പാക്കറ്റ് വേണം, അവൾക്കും ഒരു പാക്കറ്റ് വേണം. എന്തൊക്കെയോ കത്തുന്നുണ്ട് ഇവിടെ. തീയൊക്കെ കത്തി പുകയൊക്കെ വരുന്നുണ്ട്. ജപ്പാൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു ഇതൊക്കെ. ഇന്ത്യൻ സ്റ്റൈലിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നീ എന്തോ നൂഡിൽസ് ഇതിനകത്തോട്ടങ്ങ് ഇടുവോ? നൂഡിൽസ് ഇതിലോട്ട് ഇടുവോ? മൂന്നല്ല, ഒരു 4-5 മിനിറ്റ് ആയി കാണും. നമുക്കിത് എടുക്കാം. ഈ വെള്ളം എല്ലാം സ്റ്റീം ചെയ്ത് ഇപ്പോൾ ഹെൽപ്പർ വന്നിട്ടുണ്ട്. സോ അത് കഴിഞ്ഞു. നമ്മളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു പച്ച ചെവ മാറി ഒരു എന്താ നമ്മുടെ ഈ ഗോതമ്പല്ല ഈ പൊറോട്ടയൊക്കെ ഇരിക്കുന്ന ആ ഒരു ലെവലിലോട്ട് വരും. പൊറോട്ട കഴിക്കുമ്പോൾ ഉള്ള ഇതാണ്ട് ചവച്ചൊക്കെ തിന്ന് ടെസ്റ്റർ നോക്കിയിട്ടുണ്ട്. കോളക്കട്ട കണക്ക് ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഗാർലിക് എടുക്കുക, ചെറുതായിട്ട് അരിയുക. എല്ലാ പണികളും എടുക്കുന്ന പാൻ ആയതുകൊണ്ടാണ് അതിന്റെ ബംഗാളി പാൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ റിയൽ പ്രൊസീജിയർ ഇങ്ങനെയൊന്നും അല്ല. നമ്മുടെ അതുകൊണ്ട് ഇത് അറിയാവുന്ന ആരും എന്നെ ചീത്ത വിളിക്കരുത്. ഇതൊക്കെ ആദ്യമേ പറയണ്ടേ, ഇപ്പോഴാണോ പറയുന്നത്? നമുക്ക് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് ഓക്കെ. ഇനി നമുക്കിതില്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അതാ മൂക്കുന്ന സൗണ്ട് കേട്ട് തുടങ്ങി. നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ഒഴിച്ചാൽ മതിയേ. കാരണം നമ്മൾ സോസ് ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചത്. ഇത് ഡാർക്ക് സോസാണ്. ഞാൻ അളവൊന്നും ഇല്ല, എല്ലാം നിങ്ങളുടെ ഔചിത്യം പോലെ ചെയ്യുക. ഓറിൻ്റെ ഷെസ്വാൻ സോസ് കുറച്ച് ഒഴിക്കുക. അപ്പം എന്തൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം ഗാർലിക് ഇടുക, അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് സോസ് ഒഴിച്ചു. സോയാ സോസ് ആണെന്ന് തോന്നല്ലേ അത്. അത് കഴിഞ്ഞിട്ട് നോറിൻ്റെ ഷെസ്വാൻ സോസ്. അങ്ങനെ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇത് കഴിഞ്ഞ് എന്താ ഇനി? വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. ഇനി ഇത് കുറച്ചൊന്ന് പറ്റുന്ന സമയത്തിന് നമ്മൾ അടിച്ചേക്കുന്ന രാമേൻ്റെ മസാല ആഡ് ചെയ്തു. 2 മസാല ഇതിൽ വരുന്നത്. ഇത് ഒരു ഓയിൽ പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ ഇത് നമുക്കിടാം. നമ്മൾ സാധാ മാഗിയൊക്കെ വാങ്ങി കിട്ടുന്ന ഫ്ലേവർ ഡിഫറെൻ്റ് ആയിരിക്കും. മാഗിക്ക് എന്തോ ഒരു ചില പക്കാവടയിൻ്റെ ഒരു ടേസ്റ്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണ്. നല്ല എരിയുണ്ട് കേട്ടോ. എല്ലാം ഇടുന്നുണ്ട്. കാരണം നമ്മൾ ആ നൂഡിൽസ് മാത്രമല്ലല്ലോ, തെബക്കിയും കൂടെ ഇടത്തില്ല. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരുമ്പോൾ നമുക്ക് തെബക്കി ഇടാം. ഇത് സെപ്പറേറ്റ് വേവിക്കാം, എന്നിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ. നല്ല എരിയുണ്ട്. നമ്മുടെ തെബക്കി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാവേ. സൂക്ഷിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഈ മസാല ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഈ മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് അടച്ചു വെക്കുന്നു. ഓക്കെ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കേണ്ട നൂഡിൽസ് അങ്ങ് സെറ്റാക്കി എടുക്കാം. സാധാ പോലെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നൂഡിൽസിന്റെ സമയം നമ്മൾ ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഇതിൽ കുറവാണ്. ഇതൊക്കെ ആ സമയം കൊണ്ട് ഇവിടെ വേവുന്നുണ്ട്. കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. ഇവിടെ നല്ല എരിയുണ്ട് ഇതിൽ. അപ്പം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞങ്ങൾ ടൊമാറ്റോ സോസ് ഇല്ല. ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കാം. ഒരുപാട് വറ്റിപ്പോണ്ട, കാരണം നമുക്ക് നൂഡിൽസ് വരുമ്പോൾ അതും ഇട്ട് ഇളക്കാനുള്ള ഒരു മസാലയുടെ കാണുമല്ലോ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് നിർത്താം, ഓഫ് ചെയ്യാം. കുറച്ച് ഗ്രേവി കൂടെ ഉണ്ട്. അത് നമുക്ക് മാഗിയും കൂടി ആഡ് ചെയ്തിട്ട് മാഗി നമ്മൾ പിന്നെ സ്ഥലം മാറ്റി. സോ മാഗി നമ്മളൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ മസാല എല്ലാം മറ്റേതിനകത്ത് ഇട്ടേക്കാണ്. സോ ഇത് ജസ്റ്റ് ചൂടുവെള്ളത്തിട്ട് വേവിച്ചങ്ങ് എടുക്കുക. സോ നമ്മുടെ മാഗി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അത് എടുക്കാം. ഓക്കെ, ഇപ്പം സെറ്റായി. ഇടോ വെള്ളം വീഴല്ലേ. ഇപ്പം നമുക്ക് കുറച്ച് ചീസിൻ്റെ ആവശ്യമുണ്ട്. ചീസ് ഓപ്ഷനല്ലാണ്. നമ്മൾ ഒന്നുകൂടെ ചൂടാക്കി അടച്ചു വെക്കുകയാണ് നമ്മുടെ ചീസ് ഒന്ന് സെറ്റാകാൻ വേണ്ടി. നമ്മൾ ഒന്ന് ചീസ് ഒന്ന് സെറ്റാൻ വേണ്ടി അതൊന്ന് ചൂടാക്കി അടച്ചു വെച്ചേക്കാണ്. സോ ഇത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഒരാൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവളുടെ തെബോക്കി പ്രിപ്പറേഷൻ. ഓടി നീ കൊണ്ടുവന്നു ഞാൻ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ നമ്മൾ ആ മാഗിയുടെ മസാല ഏതായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ റിലേറ്റഡ് ആണ് നമ്മുടെ ഈ ഫൈനൽ ഔട്ട്കം വരുന്നത്. സോ നിങ്ങൾ ഏത് നൂഡിൽസ് ആണോ എടുക്കുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടാൻ പോകുന്നത്. അത്യാവശ്യം ഇത് കൊള്ളാം. എന്ത് ആ ഫ്ലേവർ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനം കൊള്ളാം. ടെസ്റ്റഡ്. ഓക്കെ.